അവന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ആണെന്ന് തോന്നുന്നു. അത് മാഞ്ചസ്റ്ററിലുള്ളൊരു സീ ലൈഫാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്, ഈ വലിയ ബിൽഡിങ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരച്ച് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും കൂടി ആയതുകൊണ്ട്. ഇത് നീന്തി വരുന്നത് ഇതും വേറെ ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഇത് തന്നെ പുള്ളിനെ കാണിക്കുന്ന മണ്ണ് തിന്നുവാണോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഇവിടെ ഒരാളും കൂടെ ഉണ്ട്, കുഞ്ഞുമറിയം ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പയുടെ കുഞ്ഞുമറിയവും അപ്പയും കൂടെ ഇന്ന് അമ്മയ്ക്ക് ഡ്യൂട്ടി ഉള്ള ദിവസം ഞങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങിയാണ് കേട്ടോ. അതായത് മാഞ്ചസ്റ്ററിലുള്ളൊരു സീ ലൈഫാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്, ഈ വലിയ ബിൽഡിങ്. സീ ലൈഫ് എന്ന് പറയുമ്പോഴേക്കും അണ്ടർ വാട്ടർ അക്വേറിയം മീനുകളൊക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ ഞാൻ ഇത്ര നാൾ മാഞ്ചസ്റ്ററിൽ ഉണ്ടായിട്ടും ഇതുവരെ ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, കുഞ്ഞുമറിയം മീമീനെ കാണാൻ പോകാന്ന് പറഞ്ഞേ. മീമീനെ കാണാൻ വേണ്ടി പോകണം, അപ്പയും കുഞ്ഞുമറിയും കൂടെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇവളുടെ പ്രാം എടുത്ത് വെക്കണം, കാരണം ഇതില്ലാതെ ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല. വണ്ടി തുറക്കുമ്പോൾ നിങ്ങൾ വണ്ടിക്കകത്ത് വളരെ വേറൊരു സാധനം കാണാനായിട്ട് പറ്റും. ഞാൻ ഇപ്പോഴും എൻ്റെ കൂടെ കൊണ്ടുനടക്കുന്നത് നമ്മുടെ ട്രാക്സിൻ്റെ ഡിഫൻഡർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോക്കിയാൽ മതി. അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട് വീഡിയോസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുഞ്ഞുമറിയത്തിൻ്റെ പ്രാമിനെ എടുക്കുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞുമറിയത്തിന് ഒരു ലൈറ്റ് ജാക്കറ്റ് ഇടിപ്പിച്ചാൽ മതി, കാരണം ഒത്തിരി വലിയ തണുപ്പില്ലെങ്കിലും അവൾക്ക് ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ജാക്കറ്റ് ഇടിപ്പിക്കാം. യെസ്, അപ്പയുടെ കുഞ്ഞാപ്പി, അപ്പയുടെ കുഞ്ഞാപ്പിയാണോ? മീമീനെ കാണാൻ പോവാന്ന് പറഞ്ഞ എല്ലാവരോടും. മീമീനെ കാണാൻ പോവാ കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ എല്ലാവരോടും. ലൈക്ക് ചെയ്യുക കേട്ടോ, എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പയെ ഒരുക്കി ഇറക്കിയത് അങ്ങനെയുണ്ടോ നോക്കി എല്ലാവരോടും ചോദിച്ചേ. അപ്പയെ ഒരുക്കി ഇറക്കിച്ചെന്ന് പറഞ്ഞേ. കുഞ്ഞുമറിയും അപ്പയും വണ്ടിക്കകത്ത് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും ഹായ് കൊടുത്തേ. ഹായ് ഹായ് ഹായ്. ഇനി ഇവിടെ ഒരു ജാക്കറ്റ് ഇടിക്കട്ടെ. സമയം 5 മണി 6 മണിയുള്ള സീ ലൈഫ്. കുഞ്ഞുമറിയും പെട്ടെന്ന് പോയി കാണാം നമുക്ക്. തണുപ്പാന്ന് പറഞ്ഞ എല്ലാവരോടും. ചെറുതായിട്ട് മഴയും ചേർന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ലോക്ക് ചെയ്തു. ഇവിടുന്ന് നമ്മൾ കുഞ്ഞുമറിയത്തിൻ്റെ പ്രാം വേണ്ടി ഞാൻ ഈ സ്ഥലം നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് മാഞ്ചസ്റ്ററിലെ ട്രഫോർഡ് സെൻറ്ററിൻ്റെ അടുത്താണ്. അതായത് ഒരു ഷോപ്പിംഗ് മോളുണ്ട് ട്രഫോർഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, സീ ലൈഫിൻ്റെ എൻട്രൻസ്. അപ്പം നമുക്കിതിലും വഴി പോയി നോക്കാം. ഞാൻ ഈ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. കുഞ്ഞുമറിയത്തിൻ്റെ പ്രാം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, കുഞ്ഞതായിട്ട്. വണ്ടി ഒന്ന് ലോക്ക് ചെയ്താലൊന്നും ആർക്കും സമാധാനമാകത്തില്ല. ഞാനൊരു 3-4 പ്രാവശ്യമെങ്കിലും ലോക്ക് ചെയ്യും. പിന്നെ ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴായിരിക്കും വണ്ടി ലോക്ക് ചെയ്തെന്ന് ഓർക്കുന്നത്. എത്രയോ പ്രാവശ്യം തിരിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കോസ്കോ ഒരു അമേരിക്കൻ ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. നമുക്ക് ബൾക്കായിട്ട് ഒത്തിരി സാധനം മേടിക്കാനായിട്ട് പറ്റും. റേറ്റും ഭയങ്കര കുറവാണ്. ഒരുമിച്ച് സാധനം മേടിക്കുവാണെങ്കിൽ ഹോൾസെയിലായിട്ട്. അപ്പോൾ ഞാനും കുഞ്ഞുമറിയും കൂടെ ഇവിടെ ആക്ച്വലി ഒരു ഫുട്പാത്ത് ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് കണ്ടില്ല. അപ്പം ഞങ്ങൾ പയ്യെ സീ ലൈഫിലേക്ക് പോവാണ്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്, നല്ല തിരക്കുള്ള ദിവസമാണ്. ഇത്രയും വണ്ടിയുണ്ട്. ഞാൻ ഇനി എന്നെ കാണിക്കുന്നില്ല ആസ് യൂഷ്വൽ. ഇതാണ് സീ ലൈഫിൻ്റെ ബിൽഡിങ്. നല്ല രസമുള്ള ബിൽഡിംഗ് അല്ലേ. ട്രഫോർഡ് പ്ലാസോ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് എന്നാക്കി ഉള്ളത് നോക്കാം കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള മീനുകളെല്ലാം ഉണ്ടോ എന്ന് നോക്കാവേ. പിള്ളേർക്കൊക്കെ ശരിക്കും പറയാൻ ഭയങ്കര രസമായിരിക്കും. വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ എഴുതുന്നത് മെർമൈഡ്സ്, ഡോൾഫിൻസ് അല്ല, ജോ ഡ്രോപ്പിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. സീ ലൈഫ്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഇവിടെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പോയി അകത്തേക്ക് കയറുവാണ്. ഇതാണ് ബിൽഡിങ്. ഇതുണ്ടോ, നല്ല പഴയ മോഡലൊരു ബിൽഡിംഗ് അല്ല, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇവിടെ മീനുകളിലൊക്കെ പടം കൊടുത്തിട്ടുണ്ട്. ഈ പടത്തിലുള്ള മീനുകളൊക്കെ അകത്തുണ്ടോ എന്ന് നമുക്ക് അകത്ത് കയറി നോക്കാം. ഇനി കുഞ്ഞുമറിയത്തിൻ്റെ സംഭവം മാറ്റി വെച്ചാൽ ഇനി നമുക്ക് ആവശ്യമില്ല കേട്ടോ. നോക്കാം സീ ലൈഫിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന്. ട്രഫോർഡ് പ്ലാസോ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ട്രഫോർഡ് പ്ലാസോ, വെൽക്കം. ഓക്കെ, ഇതായിരുന്നു ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ ആക്ച്വലി 23 പൗണ്ടാണ് ഞങ്ങൾക്ക് 2 പേർ കൂടെ വന്നിരിക്കുന്നത്. അതായത് എനിക്കും കുഞ്ഞുമറിയത്തിനും കൂടെ. ഇതിനകത്ത് ഫ്ലാഷ് യൂസ് ചെയ്യാൻ പാടില്ലെന്ന്, മീനുകളുള്ളതുകൊണ്ട്. അപ്പോൾ അപ്പയും കുഞ്ഞുമറിയും നിങ്ങൾ ഇരുട്ടായിരിക്കും കാണുന്നത് കേട്ടോ. കുഞ്ഞുമറിയത്ത് എവിടെ ഇരിപ്പുണ്ട്? കുഞ്ഞുമറിയും ഇവിടെ ഒരു മൂണിനെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കയറി കഴിയുമ്പോഴേക്കും ഫുൾ ഇരുട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഒരു കാമൻ ക്വൈറ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞുമറിയം. ഇതെന്നതാടാ? കുഞ്ഞു മീമിയാണോ? മീമി എന്തിയെ? അടിപൊളി കേട്ടോ. ഇതിനകത്ത് നോക്കി എന്തോരം മീനുകളാന്ന് നോക്കിയേ. ഇതെല്ലാം കടലിലെ മീനുകളാണ്. ഇതേ പോംഫ്രറ്റ് ഉണ്ട്, ഇതേ സ്നാപ്പേഴ്സ് ഉണ്ട്.
ഇവിടെ ഇത്രയും മീനുകളാണ് കേട്ടോ. ഇതിനകത്ത് കൂടുതൽ സ്നാപ്പേഴ്സും അതുപോലെ കടലിലെ മീനുകളുമാണ്. ഞാനിവിടുന്ന് ജസ്റ്റ് അകത്തേക്ക് കയറുവാണ്. ഇതെല്ലാം ഒരു കല്ല് കൂട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ ഇതിനകത്ത് എല്ലാ മീനുകളുണ്ട് കേട്ടോ. കുഞ്ഞുമറിയം, ഇതിനകത്ത് എന്നാ മീനാണ് ഉള്ളതെന്ന് നോക്കിയേ. നമ്മുടെ ഈ പവിഴപ്പൂട്ടിനകത്തൊക്കെ കാണുന്നൊരു മീനാണ് കേട്ടോ. ഒമാർ കൂടുതൽ കുറേ പേരുണ്ട്. ശരിക്കും പറയാൻ എനിക്ക് തോന്നിയിട്ട് അപ്പറേ ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്തൊരു മീനുണ്ട്. സോറി, ഇതുണ്ട് ആ ചുണ്ട് കൂർത്തിരിക്കുന്ന മീനെ കാണാൻ നല്ല രസമില്ലേ? എന്തോ ഇതിനകത്ത് ശരിക്കും പറയാം നമുക്ക് ഇറങ്ങിയത് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിള്ളേർ കടലിനകത്ത് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഫോട്ടോ എടുക്കണം കേട്ടോ. നിങ്ങൾ അങ്ങേയറ്റത്ത് കാണുന്ന ആ ഒരു ചുവന്ന മീനെ കേട്ടോ, അതിനെ ഞാൻ ചൂണ്ടിട്ട് പിടിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരാൾ മീമി പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടുന്ന് പയ്യെ അകത്തോട്ട് പോകുന്നു. അത് നല്ല രസമുണ്ട്. കുഞ്ഞു പിള്ളേരെ കേട്ടാണ് അവർക്ക് അതിനകത്ത് കയറി ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. കുഞ്ഞുമറി മീമി എന്തിയേ? മീമി എന്തിയടാ? ഇത് ചൂണ്ടി കാണിക്കുന്നുണ്ടോ? ഇത് നോക്കി, ഇതിനകത്ത് അടിപൊളി മീനുകളാണ് കേട്ടോ. സൂപ്പറാണ്. അത് ഇതുണ്ടോ, അവന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാന്ന് തോന്നുന്നു. കുറേ കുഞ്ഞു മീനുകളുണ്ട്. ഉള്ളതിൽ ഏറ്റവും വലുത് അതാണ് കേട്ടോ. അതെന്നെ മീനാന്ന് പോലും എനിക്കറിയത്തില്ല. നമ്മൾ ഇത്രയും ഇങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടെന്ന് തന്നെ നമ്മൾ കാണുന്നത് ശരിക്കും ഇതുപോലത്തെ അക്വേറിയംസ് വിസിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ. കടലിനടി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിനകത്ത് എന്തോരം മീൻ. മീമിയാണെന്ന്, ഇഷ്ടംപോലെ മീമി ഉണ്ടെന്ന് പറഞ്ഞ എല്ലാവരോടും. കൊച്ചിന് എന്നെ ഇഷ്ടമാണെന്ന് അറിയാം, കണ്ടോണ്ടിരിക്കേണ്ടത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ പോലെ തന്നെ മീനെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇവിടുന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ ഇവിടെ മീനുകളുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമ്മുടെ പഫർ ഫിഷ് ആണത്. പഫർ ഫിഷിന്റെ ഷാർപ്പ് കട്ടിങ് പ്ലേറ്റ്സ്, അതായത് പല്ല് ഭയങ്കര ഷാർപ്പാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പഫർ ഫിഷിനെ ഞാൻ കാണിച്ചിരുന്നത്. ഇതുണ്ട്, ഇതാണ് പഫർ ഫിഷ് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്തൊരു ഈലിരിപ്പുണ്ട്. ഇതുണ്ട്, ഒരു മൊറയിലാണ് കണ്ടോ. പിന്നെ ഒരു ഫ്ലാറ്റ് ഫിഷ്, ഒരു റോക്ക് ഫിഷ് പോലത്തെ എന്തോ സാധനം ഇരിപ്പുണ്ട്. അതിനകത്ത് ഒരാൾ കയറി ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ കയറി അങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കാണ്ട് അതിനകത്തിരുന്ന്. അടിപൊളി. ഇത് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ മീനൊക്കെ ഉണ്ടോ, ട്രിഗർ ഫിഷ് ആണിത്. ചൂണ്ടിടാൻ പോകുന്നതുകൊണ്ട് കുറച്ച് മീനുകളിലൊക്കെ പേരറിയാം. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം കേട്ടോ. അപ്പയും കുഞ്ഞുമറിയ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ. ഇതുണ്ടോ, ജെല്ലി ഫിഷ്. എന്നാ രസമാണ് നോക്കി അതിനെ കാണാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരച്ച് വെച്ചിരിക്കുന്നവരുണ്ട് കേട്ടോ. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും കൂടി ആയതുകൊണ്ട് എന്ത് ഭംഗിയാണ് നോക്കി അതിനെ കാണാനായിട്ട്. അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവരൊക്കെ എന്നായിരിക്കും ചിന്തിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരൊക്കെ എന്തെങ്കിലും ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കുമോ നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്നതുകൊണ്ട്. കുഞ്ഞുമറി എന്നതാ അത്? മീമിയാണോ അവിടെ? അത് ജെല്ലി ഫിഷ് ആണേ. എന്നതാ, ഇവിടെ വേറെ ടൈപ്പ് ജെല്ലി ഫിഷ് ആണ്. അതിനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതുണ്ടോ, അതിൻ്റെ ഫെദറിന് കുറച്ചും കൂടെ നീളമുള്ളതാണ് കേട്ടോ. ഇപ്പറ കണ്ടവന്മാരുടെ ഒരു ഷേപ്പ് വേറെ ആയിരുന്നെങ്കിൽ ഇവരുടെ ഷേപ്പ് അതിനേക്കാളും ഡിഫറെൻ്റ് ആണ്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ മൂവ്മെൻ്റ് ഒക്കെ ഇത് കണ്ടോ. ഇതുണ്ട്, വാലിന് ഇത്ര നന്നു നീളമുണ്ട്. ഇതിനകത്ത് കുറേ പേരുണ്ടേ. ഇവർക്ക് ബ്രീഡ് ആവുന്നുണ്ടായിരിക്കും ഇതിനകത്ത്. ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും അകത്തേക്ക് പോവാണ്. കുറേ ഉണ്ട് കേട്ടോ. ഇത് കുഞ്ഞുമറിയും അടുത്ത മീമീനെ കാണാം നമുക്ക്. ഈ ബൗളിനകത്ത് എന്തോ ഒരു മീനുണ്ട്. സോറി, ഇതിനകത്ത് എന്തോ ഒരു മീനുണ്ടല്ലോ. എൻ്റെ പൊന്നു, ഇതിനകത്ത് ലോബ്സ്റ്റർ അടിക്കുന്നുണ്ടോ? ഇത് ശരിക്കും ഇത്ര സൈസ് ഉള്ളതാണോ അതോ കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് തോന്നുകയാണെന്ന് അറിയത്തില്ല. ഇതെനിക്ക് കണ്ടിട്ട് ഒരു 15 കിലോ 20 കിലോ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്ര വലുതാണെന്ന്. ഇത് കണ്ടോ, എൻ്റെ കൈ വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടോ എന്നാ വലുതാന്ന് നോക്കി. അത് മിക്കവാറും ലെൻസിൻ്റെ പ്രത്യേകതയായിരിക്കാം. ഇതൊരു കോൺവെക്സ് ലെൻസാണെന്ന് തോന്നിയത്. ഇതുണ്ടോ, പക്ഷേ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഈ സ്ഥലം ഇത് ഭയങ്കര രസമാണ്. ഇവിടെ കൊണ്ട് വെക്കാവേ, നമുക്ക് കയറി നിന്ന് കാണാം. കുഞ്ഞു മീൻ എന്തിയടാ? അയ്യോ മീമി, കുഞ്ഞു മീമി ആണ്. മീമി, അയ്യോ വലിയ മീമി. അതായത് ഷാർക്കുണ്ട് കേട്ടോ, 2 ഷാർക്കുണ്ട്. പക്ഷെ അവന്മാർ താഴോട്ട് വരുന്നില്ല. അതുകൂടാതെ ഇതിനകത്ത് ഈ മീനൊക്കെ ഉണ്ടോ, മൂക്ക് നീണ്ടോ, അവനൊക്കെ എന്തോ മീനാണോ. ഇത് ഷാർക്ക് പോകുന്നുണ്ടോ, ചെറിയ ഷാർക്കാണ്. പക്ഷെ 3 ഷാർക്കിനെ ഞാൻ സോഫാർ കണ്ടു. ഇത് അടിപൊളിയാണല്ലോ. ഇവിടെ നമുക്ക് കയറി നിന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുവേ. കാക്കയല്ലടാ, മീൻ. കുഞ്ഞുമറി മീൻ എന്തിയേ? വലിയ മീമി. ഇന്ന് അമ്മയോട് പറയണേ നമ്മള് മീമിനെ കണ്ടനേ കേട്ടോ, അമ്മയോട് പറയണ്ടേ. ഇത് ശരിക്കും നമ്മൾ കടലിനടിയിൽ കയറി നിൽക്കുന്ന ഒരു ഫീലാണ്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകുന്നു.
കുഞ്ഞു മീനുകളുടെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ കുളത്തിലുള്ള കൂട്ട് മീനുകളാണ്. എനിക്ക് തോന്നുന്നത് ഫ്രഷ് വാട്ടർ ഫിഷ് ആണെന്നാണ് തോന്നുന്നത്. അല്ല, പവിഴപ്പുറ്റൊക്കെ ഉണ്ട്. അപ്പം ഫ്രഷ് വാട്ടർ അല്ല. ഇതിനകത്ത് ഒരു ചെറിയൊരു എക്കോസിസ്റ്റം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മീനുകളൊക്കെ നല്ല ക്ലിയർ ആണ് വെള്ളം, അതുകൊണ്ട് നമുക്ക് നല്ല രസമായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഇത് കണ്ടോ. നെക്സ്റ്റ് ഇതിനകത്ത് കുറച്ച് കൂടുതൽ മീനുകളുണ്ട്. മീമി ഇതിനകത്ത് കുറച്ച് കൂടുതലുണ്ട്. ഇതുണ്ട് ചുവന്ന മീൻ. ഇവനെയൊക്കെ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുള്ളതാണോ ഈ പോകുന്ന മീൻ. നമ്മുടെ നാട്ടിലൊക്കെ ചൂണ്ട കിട്ടുന്ന മീനാണ്. അത്രയും വലുതിനെ കിട്ടിയിട്ടില്ല. കരിമീൻ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ഈ ചുവന്നതിനെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒരു 50 ആമയല്ല, മീമി. ആമേനെ കണ്ടോ നമുക്ക്? ആമയുണ്ട്, നോക്കാം കേട്ടോ. ഇവിടെ ഇതിനകത്ത് കുറേ മീനുകൾ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുള്ളതാണേ. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതിനകത്ത് മീനുകൾ നോക്കിയേ, രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മീനൊക്കെ ഉണ്ട്. മൂക്കൊക്കെ നീണ്ട മീൻ. അവന്മാരൊരു കൂട്ടം ഉണ്ട് കേട്ടോ, മൂക്ക് നീണ്ട. ആ മീനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള മീനുകളാണെങ്കിലും ഈ നീണ്ടിരിക്കുന്നവനെ ഞാൻ ആദ്യമായിട്ട് കാണുക. വാന്ന് പറ, വാ. ഇനി നമുക്ക് കളിക്കാന്ന് പറ. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഉയ്യോ, ആടി പൊളി. ഇതുണ്ടോ ആ മീനിന്റെ വലിപ്പം നോക്കിയേ. കുഞ്ഞു മീൻ, വലിയ മീൻ. ഇതുണ്ടോ ആ മീനിന്റെ വലിപ്പം കാണണേ. അവൻ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട്. ഇത് ലെൻസിന്റെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതിനകത്തിരിക്കുന്ന ആ ഒരു ഈല് എനിക്ക് തോന്നുന്ന ഒരു 25 കിലോ എങ്കിലും കാണുമായിരിക്കും. ഇതുണ്ടോ ഇതിന്റെ സൈസ് കണ്ടോ? മിക്കവാറും ലെൻസിന്റെ ആയിരിക്കും. പക്ഷേ നല്ല രസമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മീനെ കാണാനായിട്ട് വരും. ഈ മീനിന്റെ പേരറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പേരറിയത്തില്ല. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് കടലിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നീമോ, നമ്മുടെ ക്ലൗൺ ഫിഷ് ആയിരിക്കും. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. നമ്മുടെ ഫൈൻഡിങ് നീമോയിലെ മീനുകളെല്ലാം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഡോറിയാണോ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവനും ഉണ്ട്. നീമോ, എന്ത് രസം ഇവന്മാർ നടക്കുന്ന കാണാനായിട്ട്. കറക്റ്റ് വരച്ച് വെച്ചിരിക്കുന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവർക്ക് പറ്റിയ ഒരു എക്കോസിസ്റ്റം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ക്ലൗഡ് ഫിഷ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരു സംഭവത്തിനകത്താണ് കേട്ടോ. നമ്മൾ ലക്ഷദ്വീപിലൊക്കെ ഡീപ്പ് ഡൈവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. മീമി കുഞ്ഞു വലുതാകുമ്പോഴേക്കും കുഞ്ഞിന് ഇഷ്ട സിനിമയായിരിക്കും ഫൈൻഡിങ് നീമോ ഒക്കെ. ഇവിടെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട മീനുകളൊക്കെ ആണെങ്കിൽ പോലും അവന്മാരുടെ ചെറിയവന്മാരെയാണ് ഇത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ മറ്റേ കല്ലിനകത്ത് കാണുന്ന മീനൊക്കെ അവൻ്റെ അതിൽ മുള്ളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിനെ കാണാൻ നല്ല ഡിഫറെൻ്റ് ആണല്ലോ. പിന്നെ ഒരു കുഞ്ഞപ്പൻ ഈലുണ്ട് അടിയിൽ. ദേവൻ വരുന്നുണ്ടോ, ചെറിയൊരു ഈല്. പിന്നെ ആ റെഡ് ഫിഷിനെ കാണാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ ശരിക്കും നല്ല ഭംഗിയുള്ള മീൻ. ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ മീനൊക്കെ. നിങ്ങൾ ഇതിനകത്ത് കാണാത്ത മീനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടോ, വലിയ ട്രിഗർ ഫിഷ്, വേറെ കൈൻഡ് ഓഫ് ട്രിഗർ ഫിഷ് ആണ് പോകുന്നു. ഇതൊരു ടണൽ കൂട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അണ്ടർ വാട്ടർ ടണലാണെന്ന് തോന്നുന്നു. ഇനിയിപ്പം നമ്മൾ ചെല്ലുന്ന സ്ഥലം, ഓ അടിപൊളി. ഇതിനകത്ത് മേളിൽ കൂടെ 2 ഷാർക്ക്. ഇത് ഉണ്ടല്ലോ ഇവിടെ ഒരു സ്നാപ്പർ. ഓയ്യോ, ടേർട്ടില് കുഞ്ഞു. അയ്യോ, കുഞ്ഞിനെ കാണിക്കാൻ പറ്റത്തില്ലോ. ഒരു വലിയൊരു കടലാമ. ഇത് കണ്ടോ, പക്ഷെ എന്നാ സൈസാന്ന് നോക്കിയത്. ഭയങ്കര ഹ്യൂജ് ഒരു ടേർട്ടില്. അതിന്റെ മേളിൽ കൂടെ ഷാർക്കും പോകുന്നുണ്ട്. കുഞ്ഞു നേരെ ടേർട്ടില്. കുഞ്ഞു ആമ എന്ത് ആമ പോകുന്നു. എന്നതാ എന്നതാ. ഓ അടിപൊളി. ടർട്ടിലിനെ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ റിവ്യൂ. ഇതുണ്ട് അടുത്തൊരു ആമ. ഇത് കണ്ടോ കുഞ്ഞുമറിയം. ആമ കുഞ്ഞുമറിയം. ഇത് കണ്ടോ, അമ്മ രണ്ടുപേരോട് ഒരുമിച്ച് നീന്തുന്നുണ്ടോ. ഇതേ ഒരുപോലെ നീന്തി പോവാണേ പുറകെ. ഇത് കണ്ടോ, വലിയൊരു ഷാർക്കും. ഇത് അവൾക്ക് ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഞങ്ങൾ ദുബായി പോയപ്പോഴേക്കും നമ്മളിതുപോലെ ഒരു അണ്ടർ വാട്ടർ അക്വേറിയം കാണാൻ പറ്റും. പക്ഷെ അന്നുള്ള അത്ര വലുതല്ലായിരുന്നു. നമ്മളന്ന് ഇത്ര എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നു. ഇതിപ്പോൾ അവൾ ഓരോന്നേ നോക്കി ഇരിപ്പുണ്ട്. അടിപൊളി. ഇതുപോലത്തെ സാധനം മേടിച്ച് വളർത്തിയാലോ. കുഞ്ഞുമറി, നമുക്ക് വീട്ടിലൊരു പാമ്പിനെ മേടിച്ച് വളർത്തിയാലോ? അമ്മ ഓടിക്കും നമ്മളെ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ജീവിയാണ് പാമ്പ്. ഇത് നമ്മുടെ പിരാന.
ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടുള്ളതാണ്. പിരാന, മേളിൽ ഗപ്പീസ് ഉണ്ട് ഇഷ്ടം പോലെ. അടുത്ത ഫ്രഷ് വാട്ടർ ടർട്ടിലാന്ന് തോന്നുന്നു. മിക്കവാറും റെഡ് ഇയേർഡ് സ്ലൈഡറൊക്കെ ആയിരിക്കും. കുഞ്ഞു വേണ്ട ആമ എന്തിയെ ആമ ഇതുണ്ടോ, കുറേ ആമ ഇതിലും വഴി സ്റ്റഡി ആയിട്ടിരിക്കുന്നുണ്ടോ. അമ്മമാർ മേളിൽ കയറി ഇങ്ങനെ ഇരിക്കുവാണ്. കുറേ എണ്ണം വെള്ളത്തിനകത്തുണ്ട്. ഇതുണ്ടോ, ഇവിടെ കൂട്ടമായിട്ട് അടുങ്ങി കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന സെയിം ആമ, കാരാമയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കാരാമയായിരിക്കണം ചാൻസ്. ഇവന്മാരുടെ ദേഹത്ത് ബ്ലൂവും റെഡും അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണ് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ? ഇവിടെ അവർ എഴുതിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ ടർട്ടിലിനെ മേടിക്കുമ്പോഴേക്ക് ഇതെല്ലാം റെസ്ക്യൂ ചെയ്ത ടർട്ടിൽസ് ആണ് കേട്ടോ. പോണ്ടിൽ നിന്നൊക്കെ പിടിക്കുന്നതാണ്. ആൾക്കാർ വളർന്നു കഴിയുമ്പോഴേക്കും ഇതിനെ കൊണ്ട് തിരിച്ച് പുഴയിലിടും. നമ്മുടെ നാട്ടിലെ സെയിം സിസ്റ്റം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവർ പറയുന്നത് അതിനെ മേടിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, വലിയ കുറേ മീനുകളും ഒരു ഷാർക്കും. ഷാർക്ക് ഒത്തിരി വലുതല്ല, എന്നാലും അത്യാവശ്യം വലിയൊരു ഷാർക്കും കുറേ സ്നാപ്പേഴ്സും. ഒരു സ്റ്റിംഗ്രേ ഉണ്ട്. അങ്ങനെ ഒരു സ്റ്റിംഗ്രേ പോകുന്നുണ്ടോ? സ്റ്റിംഗ്രേ തിരിച്ചു വിടണേ, സ്റ്റിംഗ്രേനെ കാണാം. പിന്നെ വറ്റകൾ, ആംബർ ജാക്ക് ഉണ്ട്. കുഞ്ഞു മീമി എന്തിയേ? മീമിയ കേട്ടോ, മൊത്തം മീമിയാണേ. അവിടെ ഒരു സ്റ്റിംഗ്രേ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഒരു സ്റ്റിംഗ്രേ ഇവിടെ തറ കിടപ്പുണ്ട്. ഒരുത്ത നീന്തി വരുന്നത്. ഇവൻ വേറെ ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഇത് തന്നെ പുള്ളിനെ കാണിക്കുന്നത് മണ്ണ് തിന്നുവാണോ? ഇത് കണ്ടോ, നല്ല രസമുണ്ടല്ലോ അവനെ കാണാനായിട്ട്. അവിടെ രണ്ടുപേര് കിടപ്പുണ്ട്. അവിടെ ഒരു സീ ഹോഴ്സ് ഉണ്ടായിരുന്നു, അവനോട് പോയി. ഇവിടെ ഒരു സീ ഹോഴ്സ് ഇരിക്കുന്നു. അവൻ തറയിൽ നിന്ന് മണ്ണ് തിന്നുവാണ് കേട്ടോ. അവിടെ ഒരു സീ ഹോഴ്സ് ഉണ്ടായിരുന്നു, അവൻ എങ്ങോട്ടോ പോയി. എന്തോ മീമി കുഞ്ഞു, ഇത് സീ ഹോഴ്സ് നഴ്സറി. ഏത് കണ്ടോ കൊച്ച്, വാലുള്ള സീ ഹോഴ്സ്. ഇത് കണ്ടോ, ഇതിനൊക്കെ കാണാൻ നല്ല രസമാണല്ലോ. ഈ കുതിരയൊക്കെയാണോ ഇനി കരയിൽ കയറി വലിയ നമ്മുടെ ഇപ്പം കാണുന്ന കുതിരകളായത്? എല്ലാം വെള്ളത്തിൽ നിന്നാണല്ലോ പറയുന്നത്. നല്ല രസമാണ് അവരെ കാണാനായിട്ട് കേട്ടോ. കുറേ പേരുണ്ട് ഇതിനകത്ത്. നല്ല വെള്ള കളറ്. ഇതെന്താ മീനത്? ഇത് മീനൊക്കെ കൊള്ളാലോ. ഞാനോർത്ത് എന്തോ കരികര പോയി കിടക്കുന്നതെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേക്കും ഒരു മീൻ. ഇത് ചപ്പിനകത്ത് വേറൊരു മീൻ. എന്തോ ഇതിനകത്തും ഇതുണ്ടല്ലോ, നല്ല ബ്ലാക്ക് കളറുള്ള സീ ഹോഴ്സ്. ഒരുത്തൻ ആ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. കമ്പി വളയ്ക്കാൻ നോക്കുമെന്ന് തോന്നുന്നു. അല്ലാതെ വേറൊരു മീനുണ്ട്. ഇനി ഇവിടെ വരുമ്പം ഇതിനകത്ത് ശരിക്കും കുറച്ചും കൂടെ വലിയ മീനുകളുണ്ട്. ഇതുണ്ടോ, അടിപൊളി. ഇതുണ്ടോ, ഇതിനകത്ത് വലിയ സ്റ്റിംഗ്രൈസ്, അതുപോലെ വലിയൊരു ഷാർക്ക്. ഇവിടെ ഒരു മീൻ ഇരിപ്പുണ്ട്. പാവം മീൻ ഭക്ഷണം കിട്ടാതിരിക്കണമെന്ന് തോന്നുന്നു. പിന്നെ കുറെ ഗപ്പികളുണ്ട്. കുഞ്ഞു പറയും അപ്പ കയറാൻ പോവാണേ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണാനായിട്ടില്ല. പിള്ളേരൊക്കെ അപ്പ സ്റ്റക്കായി പോയടാ. അയ്യോ കുഞ്ഞു അപ്പ സ്റ്റക്കായി പോയി. അത് പിള്ളേർക്കുള്ളതാണ് കേട്ടോ. എൻഡ്ലെസ് ഗപ്പി എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഗപ്പിന്നൊന്നും കണ്ടില്ല. കുക്കു ക്യാറ്റ് ഫിഷ് ഇത് കണ്ടല്ലോ. ഇത് പ്ലാറ്റീസ് ആണ്. ഇത് കണ്ടോ, ഇഷ്ടംപോലെ റെഡ് പ്ലാറ്റി ഉണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, ഇവൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് കണ്ടോ, ഒരു വെള്ള ഒരുത്തം കിടക്കുന്നത്. ഇവൻ്റെ പേര് ഓക്കെ കഴിഞ്ഞു കേട്ടോ. ലവ്ഡ് യുവർ വിസിറ്റ്, പ്ലീസ് ലീവ് എ റിവ്യൂ ഓൺ ഗൂഗിൾ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം. കുഞ്ഞുമരത്തിന് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടെന്ന് നോക്കട്ടെ. നോക്കട്ടെ, മീനുകളുടെ ടോയ്സ്. എന്നാ വേണ്ട കൊച്ചിന്? എന്നാ വേണ്ടേ? വാവയോ? എടാ ഇതിനെ മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് പല സ്ഥലങ്ങളും കടിച്ചു പറിച്ചെടുക്കും. മുടിയൊക്കെ എന്താളുള്ള വായിൽ പോകും. ഇത് ഇവൾക്ക് കളിക്കാറായിട്ടില്ല. അപ്പോൾ വേറെ സാധനം മേടിച്ചു തരാം. ഇവളിവിടെ ആമയെന്നൊക്കെ പറയുന്നുണ്ട്. ആമേനൊക്കെ മേടിച്ചു കൊടുത്ത് ഇഷ്ടപ്പെടുവോ? പക്ഷെ ആമയുടെ ഫേസ് കണ്ടോ, ഭയങ്കര സാഡ് ഫേസ് ഉള്ളൊരു ആമ. ഇതെന്നാടാ? ഇവളെങ്ങനെയാ പഠിച്ചതൊക്കെ? ആമയാണ്. എന്നാ ആമേനെ എടുത്തോ, പിടിച്ചോ. ഒരു ഉമ്മ എടുത്തോ അമ്മയ്ക്ക്, ഒരു ഉമ്മ എടുത്തോ. എന്നാ ഞങ്ങളൊരു ആമേനെ എടുത്തു കേട്ടോ. കുഞ്ഞുമറി ഒരു ആമേനെ മേടിച്ചു. അങ്ങനെ നമ്മുടെ സീ ലൈഫ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. കുഞ്ഞുമറിയത്തിന് ഇഷ്ടപ്പെട്ടോ? മീമിന് ഇഷ്ടപ്പെട്ടോ?
അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഒരു രസമായിരുന്നു കേട്ടോ. നമ്മളത് കണ്ടു തിരിച്ചു പോവാണ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നമ്മുടെ ഫാമിലി ചാനലിലെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ ഈസ് നോൺ ഫോർ ഇറ്റ്സ് കണ്ടിന്യൂസ് റെയിൻ. അതായത് UK ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നൊരു സ്ഥലം മാഞ്ചസ്റ്ററാണ് കേട്ടോ. ഇവിടെ വർഷം മൊത്തം മഴയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കുഞ്ഞു പറയാൻ കൂടി ഇവിടെ അടുത്ത് ഞാൻ പറയല്ലോ ട്രഫോർട്ട് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് സെൻ്റർ ഉണ്ട്. അവിടെ പോയിട്ട് ഇവൾക്ക് നടക്കാൻ പറ്റുന്നൊരു ബൂട്ട് മേടിക്കണം. പിന്നെ കുഞ്ഞു ഷോപ്പിംഗ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.